ഹലോ. ഹലോ, എന്തുണ്ട് കുഴപ്പമായാ? കുഴപ്പമൊന്നുമില്ല. എന്തുണ്ട് ഇന്നലെ ഇക്കാന്റെ സംസാരം മാറി വെറുതെ ചോദിച്ചിനാ? ഇക്കാക്ക് പഴയ പോലെ തന്നെ, ആദ്യം എങ്ങനെയുള്ളത് അതുപോലെ തന്നെയാണ്. അല്ല, ഇതിനെപ്പറ്റി ഒന്ന് ചോദിച്ചാ നീ ഇന്നലെ പറഞ്ഞത് എന്ത് സംശയം ഉണ്ട് പറഞ്ഞെ? ഇല്ല, അതിനെ ചോദിച്ചിട്ടൊന്നുമില്ല. ഓ, ഇഷ്ടപ്പെട്ടു. ഞാൻ അതേനു ടെൻഷൻ. അതൊന്നുമില്ല. അത് പറയാനാ നീ വിളിക്കുന്നത് ഞാൻ വിചാരിച്ചേ. സത്യം പറഞ്ഞ അതിനെങ്ങനെ അങ്ങ് പോകും. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ എന്നെ തിരിച്ച് വിളിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പൊ സംശയമൊന്നുമില്ല. അന്നേരം ചോദിച്ചതായിരിക്കും. കളി നടന്നില്ല ഇന്നലെ? കളിയൊന്നും നടന്നിട്ടില്ല, എല്ലാം പണ്ടത്തെ പോലെ തന്നെ. എന്നാ ഒന്നും കൂടി അങ്ങോട്ട് പോകേണ്ടി വരുവാ? അയാൾക്ക് ഇൻട്രസ്റ്റ് വരണിക്കില്ല? അയാൾക്ക് എപ്പോ ഇൻട്രസ്റ്റ് വരുന്നില്ലെന്നൊന്നും ഇപ്പൊ മലപ്പുറത്ത് പോയാൽ വരുമല്ലോ. അറിയില്ല. മലപ്പുറത്ത് പോയാൽ വരുമല്ലോ. ഇങ്ങനെ മാറുമ്പം വരുമായിരിക്കും. പിന്നെ എനിക്ക് ഈ കളിയില്ലാണ്ട് നടക്കുന്നില്ലല്ലേ? അനക്കാണെങ്കിൽ അതില്ലാണ്ട് നടക്കൊന്നുമില്ല. അല്ല, പണ്ടേ ഇങ്ങനെയാ? അല്ല, ശരിക്കും പറഞ്ഞാല് എനിക്ക് എപ്പം തൊട്ടത് ഈ കളീന്റെ ഒരു ഹരം വരാൻ തുടങ്ങിയ എപ്പം തൊട്ടാ? പണ്ടേ ഉണ്ടാ? ചെറുപ്പത്തിലേ ഉള്ളതന്നെ? അല്ലപ്പോ അങ്ങനെയല്ല. ഇത് എത്ര നിനക്ക് ഈ ഒരു സംഭവം എത്ര വയസ്സിലാണ് എനിക്ക് ഇതിനോടുള്ളൊരു ഇത് വരാൻ? ചെറുപ്പത്തിലേ ഉണ്ട്. ഒരു എത്ര വയസ്സിലായിരിക്കും? അതിനിപ്പോ നിനക്ക് അറിഞ്ഞിട്ടെന്ന കാര്യം? ഒരു രസം. എത്ര വയസ്സിലായിരിക്കും അല്ലെ എന്നറിയാനുള്ളൊരു ഒരു ഒരു കൗതുകം ഉണ്ടല്ലോ. ഇപ്പം വെറുതെ ഇരിക്കുമ്പോ നിന്നോടൊന്നും സംസാരിക്കാതെ ചോദിച്ചാണ്. അതെ, അതുകൊണ്ടാണ് ഞാനും ചോദിക്കുന്നത്. സംസാരിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ശരിക്കും ചോദിക്കുന്നത് ഇത് എനിക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഒക്കെ വരാൻ തുടങ്ങി എത്ര വയസ്സില്ല? എല്ലാവരും എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ടാ. ഇതിനെപ്പറ്റി മനസ്സിലായത് കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളൊരു ഒരു നമുക്കൊരു എന്താ പറയാ, ഇത് ഇങ്ങനൊരു പണി, അതായത് ഒരു കളിയോട് എങ്ങനെയാന്ന് നമുക്ക് വേണേന്നും തോന്നിയൊരു പ്രായം എപ്പോഴും? എല്ലാവർക്കും ഒരു 10-13 വയസ്സാകുമ്പോ ഒരു അങ്ങനെ തോന്നൂലേ? 13 വയസ്സെല്ലാം തോന്നുന്നു. നമുക്കൊരു പ്രായപൂർത്തിയായി അറിയുന്ന സമയത്തല്ലേ ഇതെല്ലാം തോന്നുന്നു. അന്നേരം ഈ കളിക്കാൻ ഇൻട്രസ്റ്റ് വരുന്നത് അന്നേരം തോന്നും. അങ്ങനെ തോന്നുന്നു. അന്നേരം എന്നാ ചെയ്ത ഇത് കൈപ്പണി എന്നാ ചെയ്യണ്ട? കൈപ്പണിയൊന്നുമില്ല. മനസ്സിലായ കൈപ്പണി എന്നോ? അതെല്ലാം മനസ്സിലായി. സ്ഥിരം ചെയ്യുന്നതായിരിക്കുമല്ലോ അല്ലേ? സ്ഥിരമൊന്നും ചെയ്യുന്നില്ല. വീട്ടിൽ നിന്ന് ചെയ്യുന്ന കൈപ്പണി ആയിരിക്കുമല്ലോ. നിങ്ങൾ ആണുങ്ങൾക്ക് എത്ര വയസ്സിലാ തോന്നുന്നു? ആണുങ്ങൾക്ക് എന്തായാലും ഒരു 15 വയസ്സൊക്കെ ആവും നമ്മള് കളിക്കണം എന്നെല്ലാം തോന്നുന്നു. സമയം പറഞ്ഞിട്ട് 15 വയസ്സാവും. നിങ്ങൾക്ക് 13 വയസ്സാണെങ്കിൽ ആണുങ്ങൾക്കെല്ലാം അത്രയെല്ലാം ആവും. അതിന് മുന്നേ ഒരു ചെറിയൊരാഗ്രഹമൊക്കെ ഉണ്ടാവും കളിക്കണം എന്നുള്ളൊരു. അതെന്നാലും ശരിക്കും മനസ്സിലായല്ലോ, വ്യക്തത ഉണ്ടാവേ കളിക്കണം. നമ്മളെന്ത് ചെയ്യാനാ? നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ഇത് പറ, ഞാനല്ലേ ആദ്യം ചോദിച്ചിന്? എന്നിട്ട് എന്നാ ചെയ്യാൻ നേരം? പറ, ഞാനാരോടും പറയാനില്ല. എപ്പാ എന്റെ ഏടുന്ന നേരം ചെയ്യാ? ഒന്നുമില്ലാണ്ടിക്കൊന്നുമില്ല.
അതാണ് എനിക്കറിയാൻ വേണ്ടിട്ട് വെറുതെ മനസ്സിലാക്കാലോ. ഞാൻ പറയാം. പറ. അതേ വളരെ ചെറുപ്പത്തിലാണ് 10-12 വയസ്സുള്ള. 12 വയസ്സാ? എനിക്കിത് അറിയുന്നില്ല. എന്റെ മൂത്താപ്പാന്റെ ഒരു മോനുണ്ട്. കുറച്ച് വലുതാണ്. ഞാൻ 10 12 ചെറുതാണ്. അപ്പൊ ഇവനൊരു ദിവസം ഇങ്ങനെ മറ്റേ കല്യാണത്തിന് പോയാണ്. അപ്പൊ തലേന്ന് ഇവനെന്നെ വിളിച്ച് റൂമിൽ കൊണ്ടുപോയി. 10ാം ക്ലാസ് പഠിക്കുമ്പോ അല്ലേ 12 വയസ്സിൽ? എപ്പാന്ന് കറക്റ്റ് പറ. ചെറിയ പ്രായമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എനിക്കൊന്നും മനസ്സിലാകാതെ പ്രായല്ലേ. അപ്പൊ ഇവനെന്ന് മറ്റേ എന്തല്ലോ എന്നെ കുറിച്ച് കളിച്ച്. ശരിക്കും ഇപ്പം കളിക്കുന്ന പോലത്തെ കളി തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും കളിയാ? ശരിക്കും മറ്റേ ഇത് ഇപ്പം കളിക്കുന്ന. അപ്പൊ അന്നേരം തുടങ്ങിയല്ലേ പരിപാടി? എനിക്ക് അന്നേരം പിന്നെ അങ്ങനെ വലിയ അറിയൊന്നുമില്ല. അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നുന്നില്ല കളിയൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ എന്നോട് തോന്നിയതായിരിക്കും. ഇത് ആരോടും ആര്? മൂത്താപ്പന്റെ മോനാ? പിന്നെ ഇപ്പൊ പിന്നെ എനിക്ക് എന്താ പറയണ്ടേ, കളിച്ചേ മതിയാവുന്നുള്ള അവസ്ഥയായി. ഇപ്പൊ അല്ല, അന്നേരം അങ്ങനെയുണ്ട്. ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കുറച്ച് ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ കളിക്കണി. പിന്നെ അത് ഇതിലേക്ക് മാറി. അന്നേരം വീട്ടുകാരോട് പറയണമെന്ന് തോന്നിയില്ല? പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് ഇത് മനസ്സിലായിട്ടില്ല. പിന്നെ എന്നാ പറയാ, ഇങ്ങനെ റൂമിൽ കൊണ്ടുപോയി കളിച്ചിരുന്നു. അറിയാവോ ഇന്ന സംഭവമല്ലോ? കളിയാണെന്നൊന്നും അറിയില്ലല്ലോ. നമ്മള് പറയണ്ട ചെറുപ്പത്തോടെ ഒരു ഇതായിട്ട് തോന്നി. തമാശ കളിയായിട്ട് തോന്നല്ലേ? പിന്നെ അപ്പൊ ഇതൊരു നല്ല കളിയാന്ന് തോന്നാൻ തുടങ്ങിയ? പിന്നെ നമ്മള് മറ്റേ ഞാൻ പറയാ ഇത് ഒരു നമുക്കൊരു തോന്നുന്ന സമയമില്ലേ, അപ്പൊ പിന്നെ അത് അപ്പൊ എനക്ക് മനസ്സിലായി. പിന്നെ അത് എന്താ ഇൻട്രസ്റ്റ് ഉള്ളൊരു കളിയായിട്ട് തോന്നി. ഇവൻ തന്നെ വരുത്ത് അപ്പുറം കളിക്കാൻ? അങ്ങനെ എപ്പൊന്നും കളിക്കലൊന്നുമില്ല. ഇടക്ക് വിടാണ്ട് പോലല്ലോ, കുടുംബത്ത് തന്നെയാണ്. ഇപ്പൊ എനിക്കറിഞ്ഞിട്ടെന്ന കാര്യം. വെറുതെ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് കളിക്കുന്നില്ലെങ്കിലും കളി കാണുന്നില്ലെങ്കിലും കളിച്ചത് പറയുമ്പോ ഒരു സുഖമുണ്ടല്ലോ. സുഖല്ലേ? നീ പോയിട്ടില്ല? നമ്മക്ക് ഇങ്ങനത്തെ ഒന്നും കളിക്കാനുള്ളൊരു സെറ്റപ്പ് ഒന്നും കിട്ടിയിട്ടില്ല അന്നേരം. സത്യം സത്യമായിരിക്കൂല. എവിടെയും കിട്ടിയിട്ടില്ല. പറയാണ്ട് വെച്ചതായിരിക്കും. തോന്നൂല ആ വയസ്സില്. തോന്നും കളിക്കണം എന്നൊക്കെ തോന്നും. ഒരു 10-15 വയസ്സ് കഴിയുമ്പോ കളിക്കണം എന്നൊക്കെ തോന്നും. പക്ഷെ നമുക്ക് അങ്ങനെ ഇതില്ല. പിന്നെ ചെറിയ കുട്ടികൾ കളിക്കുന്ന പോലെ എന്നേരം പിന്നെ വലിയ ഇങ്ങനെയുള്ള കോർട്ടുകളൊക്കെ കാണുമ്പോ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരും, ഒന്ന് കളിക്കണേനും കളിക്കണം. പക്ഷെ ഇത് നമുക്കിത് എന്താ ചെയ്യാൻ പറ്റും അറിയില്ലല്ലോ. പിന്നെ ഒന്നിച്ച് കളിക്കണമെന്ന് അതൊക്കെ തോന്നും. പിള്ളേരെല്ലാം കളിക്കണം,
ആമ്പിളറപ്പുറ കളിക്കണം എന്നൊക്കെ തോന്നും. പക്ഷേങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ല കളിക്കാനുള്ള. എനിക്കിതിപ്പോ വീട്ടിൽ തന്നെ ഒരാളെ കിട്ടണല്ലേ, കുടുംബത്തിൽ തന്നെ. കുടുംബത്തിൽ തന്നെയല്ലേ, ആരും അങ്ങനെ സംശയം കൊണ്ടൊന്നും നോക്കൂല. അവര് പിള്ളേരല്ലേ, പിള്ളേരെ കളി കളിക്കുന്നതിന് തമാശ കളിയായിരിക്കും, കാര്യമായിട്ട് കളിക്കുന്നതിനായിരിക്കില്ല. പണ്ടൊന്നും അറിയാതെ സമയം വലിയ ഇതൊന്നുമില്ലേ? അനക്കന്നേരം അറിയാതെ സമയമായോണ്ട് അങ്ങനെ വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല. പിന്നെയാണ് കളിക്കണം എന്നുള്ള ഇത് തോന്നിയത്. അന്നേരം ഈ കളിക്കുമ്പോൾ ഉള്ള സമയത്ത് ഈ ഗോൾ അടിക്കുന്നതെല്ലാം അറിയാവോ? ശരിക്കും